ചോദിക്കാറുണ്ട്. ഇതെന്റെ അനിയനാണ്, ഇതെന്റെ ചേട്ടൻ. ഒന്ന് പറഞ്ഞുതരാം. അതാ ഞാൻ വിചാരിച്ചു കണ്ണിൽ എന്തെങ്കിലും പോയതായിരിക്കും, ആദ്യം വീഡിയോ എടുത്തോണ്ട് എല്ലാവരും കഴിച്ചേട്ടാ. എല്ലാം പറയാം. ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കുക. ഞാൻ പറയുന്നത് കള്ളമാണോ അത് എന്ന് അതിലൂടെ പ്രൂവ് ആകും. പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ ചാനലില്ലാത്ത വിഷയങ്ങളൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. അതാണ് ഇപ്പൊ കത്തി നിൽക്കണതെന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ അത് എടുത്തു പറയാനുള്ള അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറെ വീഡിയോകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. അപ്പൊ ഈ പ്രവീൺ ഇവർക്ക് ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്ക് അത്രയും രീതിക്ക് അടിയും കുത്തും കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്ന് അനുഭവിച്ച അത്രയും അതായത് ആർക്കും ഒരു മക്കൾക്ക് അനുഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് അനുഭവിച്ചത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ പുറത്ത് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ. ഈ വിഷയം ഇപ്പൊ കിടന്ന് കത്തിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് കമന്റുകളാണ്. അപ്പൊ ഈ കമന്റുകളിലേക്ക് നമുക്ക് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം ഒരു ഇത് പറയാം. അതായത് ഇവരുടെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോനകത്ത് ഇവര് കരഞ്ഞ് പറയുന്നുണ്ടല്ലേ, കേസ് കൊടുക്കാനൊക്കെ പോയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ അതിന് തന്നെ ഒരു 2 മാസം മുന്നേ ഉള്ള ഇവരുടെ വീഡിയോ, അതായത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോനകത്ത് ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞ ഇവരുടെ പ്രശ്നങ്ങൾ നല്ല ഗുരുതരമായിട്ട് നടന്നിട്ടിരിക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോ ആണ് അത്. പക്ഷേ ആ ഒരു വീഡിയോനകത്ത് വരുന്ന പറഞ്ഞാൽ ചിരിച്ചു കളിച്ച് മറ്റേ ഓണവില്ലിൻ തമ്പുരു വീട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കാണിച്ചു തന്നത്. അപ്പൊ ഈ ഒരു സാധനം അന്നും ഇവർ അഭിനയിക്കുന്നതായിരുന്നു എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ആദ്യം കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോന്റെ കുറച്ച് പോർഷൻ ഒന്ന് കണ്ടു. ഒരു പെണ്ണിന് വന്നിട്ടുണ്ടാവില്ല ഉറപ്പാ. അതും അത്ര അടി നടന്നപ്പോ ഏട്ടൻ പറഞ്ഞു ഇപ്പൊ റൂമിൽ പൊക്കോളാൻ പറഞ്ഞപ്പോ ഏത് റൂം, ഇവിടെ ആർക്കും റൂമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാം. പിന്നെ ചോദിച്ചു 7 മാസം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലല്ലേ ഇപ്പൊ നിക്കണ്ടേ, എന്തിനാ വന്നേന്ന് ചോദിക്കുമല്ലോ. പച്ച ചീത്ത എവിടെ വിളിച്ചത്, പച്ച ചീത്ത. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ കണ്ടല്ലോ 7 മാസം ഞാൻ പോയപ്പോ കരയുന്നത് പോലെ അഭിനയിച്ചത്. എന്നിട്ട് ഇന്നിപ്പോ ചോദിക്കുക 7 മാസം കഴിഞ്ഞ പെണ്ണ് അവിടെ അല്ലേ നിക്കണ്ടേ, എന്തിനാ അവൾ ഇവിടെ വന്ന്, ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നത്, വീഡിയോ എടുക്കാനും പ്രൊമോഷൻ എടുക്കാനും എല്ലാത്തിനും കൂടെ വന്നത്. അത് അവനൊന്നും അറിയണ്ട. അപ്പൊ കൊച്ചു പച്ച തെറിയാണ് ഈ പറഞ്ഞ മൃദുലേനെ വിളിച്ചതെന്നുള്ള രീതിക്കാണ് ഇവർ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും എന്തിന്റെ കാരണത്തിലായാലും അത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ ഇവര് പറയുന്നതിനകത്ത് എനിക്ക് ഇപ്പൊ ഈ കണ്ടതൊക്കെ വെച്ചിട്ട് എനിക്ക് ഇവരുടെ ഭാഗത്താണ് ഇതായിട്ട് ന്യായമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അവര് അത്രയും ഭയങ്കര രീതിക്കുള്ള അലിഗേഷൻസ് ആണ് അവർക്കെതിരെ, അതായത് കുടുംബത്തിനെതിരെ വന്നിട്ടുള്ളത്. കുടുംബത്തിനകത്ത് ഈ കൊച്ചു എന്ന് അതേപോലെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എതിരെ. മെയിനായിട്ട് ഈ അച്ഛനും കൊച്ചു എന്ന് പറഞ്ഞ ഇവരുടെ അനിയനുമായിട്ടാണ് മെയിനായിട്ട് ഇവര് പറഞ്ഞേക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള പിക്ചറും കാര്യങ്ങളൊക്കെ കിട്ടും. എല്ലാം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വെറുതെ വലിപ്പിക്കല്ല. അപ്പൊ ഈ ഒരു വീഡിയോനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, 7 മാസത്തിനകത്ത് ഒരു പോയപ്പോഴത്തേക്ക് ഈ കൊച്ചു കരഞ്ഞൊരു കേസ്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലെ കുറച്ച് പോർഷൻസ് ഒന്ന് കണ്ടു. അതാ ഞാൻ വിചാരിച്ചു കണ്ണിൽ എന്തെങ്കിലും പോയതായിരിക്കും, ആദ്യം വീഡിയോ എടുത്തോണ്ട് എല്ലാവരും കഴിച്ചേട്ടാ. ഇല്ല, അമ്മ കഴിച്ചില്ലേ? അപ്പൊ നമ്മളത് ഇപ്പോഴാണ് കഴിക്കുന്നത്. വിഷമുണ്ട് സത്യത്തിൽ, വിഷമുണ്ട് സത്യത്തിൽ. നീ ഇപ്പൊ ഇവരെ കുറച്ചുപേരും കൊണ്ട് അങ്ങോട്ട് വരണം. അങ്ങനെ ചടങ്ങുണ്ടോ? ഇരട്ടിക്കയിൽ നീ തെമ്മലറിയപ്പോ പോട്ടി വരും. അച്ഛൻ വരും. ഞാൻ ചന്ദനമൊക്കെ തുളച്ചോളാം ചേട്ടാ. നമ്മുടെ ഫംഗ്ഷൻ നൈസ് അല്ലായിരുന്നു. ഫംഗ്ഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നതാ, എന്തോ രണ്ടുപേരും കരച്ചില്ല. ഓക്കെ, അപ്പൊ കണ്ടല്ലേ എന്തൊരു കരച്ചില്, എന്തൊരു സ്നേഹമോ, ഏട്ടത്തിന് പിരിയണതിന്റെ സ്നേഹം കണ്ട കൊച്ചനിയന്. അതേപോലെ ഇവരുടെ ഒരു ഇത് കണ്ട, അത്രയും പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കണേണ്. അപ്പോഴാണ് ഇവര് വന്നിട്ട് ഈ ഒരു നാടകം കളിക്കണത്. നിങ്ങൾക്കൊന്നും നാണമില്ലേ? അതായത് ഇങ്ങനത്തെ ഒരു നാടകം കളിച്ചിട്ട് നിങ്ങൾ ഈ നാട്ടുകാരെ എന്താണ് നിങ്ങൾ ഈ ബോധിപ്പിക്കാൻ നോക്കുന്നത്? ബോധിപ്പിച്ചോ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നൊക്കെ നാട്ടുകാരെ കാണിച്ചു കഴിഞ്ഞിട്ട് കാര്യം ഇത്രയും രീതിക്കുള്ള അത്രയും കൊടൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിനകത്ത് നടന്നിട്ടാണ് അതൊന്നും നിങ്ങൾ അതിന്റെ പൊടി പോലും ഇല്ലാണ്ട് നേരെ ഓപ്പോസിറ്റ് ഫ്ലിപ്പ് അടിച്ചിട്ട് നിങ്ങൾ വേറൊരു സൈഡാണ് കാണിച്ചു തന്നെ. അപ്പൊ കാണുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് പറയും, ഓ അവന്റെയൊക്കെ ലൈഫാണ് ലൈഫ്, അവരൊക്കെ കണ്ട എന്തൊരു സ്നേഹം, എന്തൊരു ഒത്തൊരുമ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. അത് ഒരു കണക്കിന് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടാണ്ട് ഇപ്പോഴാണ് ഇവരെയൊക്കെ തനി കോണം എന്താന്ന് ആൾക്കാർ അറിയണത്. അപ്പൊ ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാണ് ഒരു കേസ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കമന്റിന്റെ കേസ്. അപ്പൊ ഈ കമന്റിന്റെ കേസ് എന്താന്ന് നോക്കണമെങ്കിൽ കുറച്ച് ആളുകൾക്ക് മുന്നേ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഇവരുടെ തന്നെ ഫ്രണ്ട് ആയിട്ടുള്ള മറ്റേ കീർ
കീർത്തന രവീന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇട്ടൊരു ഇന്റർവ്യൂ ആണ്. അപ്പൊ പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂ എടുത്താണ്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്നൊരു കമന്റ് ആണ്. ആ കമന്റ് ഇട്ട ആളുടെ പേര് മധുപാൽ കൃഷ്ണ എന്നാണ് ആ പുള്ളിക്കാരന്റെ പേര്. അപ്പൊ ഈ മധുപാൽ കൃഷ്ണ എന്ന് പറഞ്ഞ ഇവരുടെ ഒരു കസിനാണ്. അപ്പൊ ഈ കസിൻ വന്നിട്ട് ഇതിന്റെ അടിയിൽ ഇട്ടൊരു കമന്റ് ആണ് ഇപ്പൊ വിവാദമെന്ന്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ കമന്റ് ഒന്ന് നോക്കാട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പൊ ആ ഒരു കമന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊക്കെ എന്തറിയാം, ഞാനും എന്റെ ഫാമിലിയും ഫേസ് ചെയ്തത്. പ്രവീൺ പ്രണവ് എന്റെ സ്വന്തം കസിൻസ് ആണ്. എന്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ് അവരുടെ അച്ഛൻ. പക്ഷേ ഒരു കുടുംബം കാരണം എന്റെ കുടുംബം നശിപ്പിച്ചു. നിയമസഹായം ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് ജീവിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇട്ടേക്കണാണ്. അപ്പൊ ഇങ്ങനെ ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ബോംബ് പൊട്ടിക്കുന്ന രീതിക്ക് തന്നെ ഒരു കമന്റ് ആണ്. ഇപ്പോഴാണ് ഈ ഒരു കമന്റിന്റെ ഒരു പ്രസക്തി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അന്ന് പുള്ളിക്കാരി ഇട്ടപ്പോഴത്തേക്ക് ഇത് അധികാരം മൈൻഡ് ആക്കിയില്ല. അപ്പൊ ഈ ഒരു കമന്റ് ഏകദേശം 1 മാസത്തിന് മുന്നാണ് ഈ ഒരു സംഭവമൊക്കെ നടന്നത്. അപ്പൊ ഈ ഒരു കമന്റ് ആദ്യം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു കമന്റ് നമ്മുടെ മൂപ്പൻസ് വ്ലോഗിനകത്ത് പുള്ളിക്കാരൻ ഇതിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പുള്ളിയുടെ ആ ഒരു അതും കൂടെ കണ്ടുനോക്കാം വീഡിയോ. എല്ലാം പറയാം. ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കുക. ഞാൻ പറയുന്നത് കള്ളമാണോ അത് എന്ന് അതിലൂടെ പ്രൂവ് ആകും. ഇവരുടെ അച്ഛൻ പ്രദീപ് ഇന്ന് പ്രദീപിന് ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളത്, ഒരു സഹോദരിയുണ്ട്. അതാണ് എൻ്റെ അമ്മ, അഥവാ പ്രവീൺ പ്രണവ് ഇവരുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ് ഈ പറയുന്നു എന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ അമ്മ. എൻ്റെ പാരൻസ് ഡിവോഴ്സ്ഡ് ആണ്. അതൊക്കെ ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും. അമ്മയ്ക്ക് കഷ്ടകാലത്തിന് രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായി പോയി. ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ 2 ആങ്ങളമാരും ആ വീട് വിട്ടു. ഇതൊന്നും അവരുടെ തെറ്റല്ല കേട്ടോ. പക്ഷേ ഒന്നിനും പോകാത്ത എൻ്റെ ഫാമിലിക്ക് അപ്രതീക്ഷിതമായ ഒരു രാത്രി എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് എൻ്റെ ബ്രദറിനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് പിരിക്കുന്നു. ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വേർതിരിച്ചു കൊണ്ടുപോകുന്നു. ചേട്ടനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് വേർതിരിച്ചു കൊണ്ടുപോകുന്നു. സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ. ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല. ചടയമംഗലം അവിടെ തിരക്കിയാൽ എല്ലാം അറിയാം എന്ന കാര്യമാണ്. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും ഇത് കുറേ പേര് കാണുന്നതാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടല്ല ഞാനിതിൽ പറയുന്നത്. എന്തെങ്കിലും ഇതിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും വേണം. അവർ സ്റ്റാർ ആയാലും എന്തായാലും ഈ പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിലുണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി. രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലിയെ അറസ്റ്റ് ചെയ്ത് അതാണ് പറഞ്ഞത്, നിയമസഹായം ഉള്ളത് കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആക്ച്വലി ഇവരുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന 2 മാസത്തിന് മുമ്പ് തൊട്ട കമൻറ്റാണ്. ഇതിൽ പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള കാര്യമാണ്, നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. സോ ചിലപ്പം മേ ബി ഇനി വരുന്ന അപ്കമിങ് ഡേയ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺട്രവേഴ്സീസ് ഒക്കെ വന്നേക്കാം. മേ ബി എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു സൂചനയായിട്ട് എനിക്ക് തോന്നുന്നു. 2 മാസത്തിന് മുമ്പായിട്ട് കമൻറ്റാണ്. എന്നിട്ട് ഇറ്റ്സ് ഓൾസോ പ്രൂവ്ഡ് റിയൽ മുഖങ്ങളുടെ റിയൽ ഫേസ് അറിയാം ആ നാട്ടുകാർക്ക് എന്ന് പറയുന്നു. എടാ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നു, എടോ ഈ പറയുന്നത് ഈ പ്രവീണിൻ്റെ അച്ഛൻ്റെ സ്വന്തം സഹോദരിയുടെ മോൾ തന്നെയാണ്, ഫേക്കല്ല എന്ന് ആ കുട്ടി പറയുന്നു. കബളിപ്പിച്ച് ജീവിക്കണം, ഇവരെക്കുറിച്ച് വീണ്ടും ഇല്ലാത്തത് പറയേണ്ട ആവശ്യം എനിക്കില്ല. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ, ഇവിടെയാണ് വീണ്ടും അടുത്തൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അതാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ, അതായത് ഈ പ്രണവിൻ്റെയൊക്കെ അപ്പൂപ്പൻ, അച്ഛൻ്റെ അച്ഛൻ, ഇവരുടെ അമ്മയുടെ അച്ഛൻ 7 മാസമായി മരിച്ചിട്ട് ഇന്നേ വരെ അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ മരിച്ചു എന്ന്? കാശ്മീർ ട്രിപ്പിൻ്റെ ഇടയ്ക്കായിരുന്നു അപ്പൂപ്പൻ മരിച്ചത്. ഒരു മനുഷ്യൻ്റെ ലൈഫ് കാണിക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കണം. ഇതേപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം നല്ല വീഡിയോസ് ഇറക്കിയിട്ട് കാര്യമില്ല. അതായത് അവരുടെ അപ്പൂപ്പൻ്റെ മരണത്തിനെ കുറിച്ച് ആ ചാനലിൽ കൂടെ പറഞ്ഞിട്ടില്ല. ഇവർ എന്തോ പുറത്ത് ഓൾ ഇന്ത്യ ട്രിപ്പ് എന്തോ നടത്തുന്ന സമയത്താണ്, ഞാനത് കണ്ടിട്ടില്ല, ആ സമയത്താണ് ആ അപ്പൂപ്പൻ മരിച്ചത്. അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രവീൺ പ്രണവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചിട്ട് അപ്പം ഇവരോടൊന്നും പറഞ്ഞില്ല. ചിലപ്പം അത് കാരണം താല്പര്യമായിരിക്കാം. അയ്യോ അപ്പൂപ്പൻ മരിച്ചോ, ഇപ്പോൾ ഇവരുടെ അച്ഛൻ അനിയനെയും വ്ളോഗിൽ കാണിക്കാറില്ലല്ലോ. 7 മന്തായി അപ്പൂപ്പൻ പോയിട്ട്. എടാ ഒരു ഡൗട്ട്, അപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കണക്ഷനും ഇല്ലേ? കണക്ഷൻ ഒന്നുമില്ല. വീട് ആക്രമിച്ചതിനും വധശ്രമത്തിനും പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു. ഇങ്ങനെ ഒരു പെങ്ങൾ ഉള്ളത് അവർ പറയാറില്ല, പിന്നെ അല്ലേ കല്യാണം. ഉടൻ വൈകാതെ ഒരു ദിവസം എല്ലാം വെളിച്ചത്ത് വരും. എല്ലാവരെയും എന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് 1 മന്തിന് മുമ്പ് ആ കുട്ടി ലാസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടു. ചിലപ്പോൾ അത് 8ആയിട്ട് തിരിച്ചടിച്ചതാണോ? അറിയത്തില്ല, എനിക്കറിയത്തില്ല. കർമ്മയാണോ? പ്രവീൺ അനിയൻ കൊച്ചു എൻ്റെ മാമൻ എന്ന് പറയുന്ന പ്രതി ഇവരൊക്കെ ഉണ്ടായത് വീട് കയറി ആക്രമിക്കാനെന്നൊക്കെ പറയുന്നു. യെസ് ദിസ് ഗേൾ ഈസ് കറക്റ്റ്. മേ ബി ഈ കമൻറ്റ് കണ്ടിരിക്കാം. അവർ ഒരു വീഡിയോ ഇട്ടു, ദേ ആർ വെയറിൻ ഹാവിൻ ഓണം എന്ന തമ്മിലായിട്ട്. അതിൽ അപ്പൂപ്പൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ എന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല. ഇതൊക്കെ സ്ഥിരമായിട്ട് ഇവരുടെ വ്യൂവേഴ്സിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിന് ഉത്തരമില്ല. ഞങ്ങൾക്ക് അറിയില്ല. പോലീസ് ചോദിച്ചു കൃത്യമായി മറുപടിയില്ല. എന്തിനാണ് ഇവർ ചെയ്യുന്ന ഒരു മറുപടി ഇല്ലെന്നാണ് പറയുന്നത്. ഒരു കുടുംബം അങ്ങനെ അങ്ങ് തുലച്ചു തന്നു എന്ന് പറയുന്നു. 7 മന്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ചോദിച്ചാൽ ഇനിയും കള്ളം പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയും. നിങ്ങളെല്ലാവരും പോയി ആ കമൻറ്റ് നോക്കി അറിയാം. എനിക്ക് അവരെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. യു സെഡ് ഇറ്റ് ബ്ലൈൻഡ് ഫാൻസ് ഓൾസോ. ഓക്കെ
എടാ ഇപ്പോൾ അവർ അടിയായി, പ്രവീൺ വീട് വിട്ടിറങ്ങി, എന്താ റീസൺ അറിയോ? മാരേജിന് ശേഷമാണോ ഇൻകം ഷെയർ ചെയ്തത്? അല്ല മുൻപേ അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു. നിങ്ങൾ ഇലിമിനാറ്റി വല്ലതുമാണോ? 1 മാസം ആയേ ഉള്ളൂ നിങ്ങളിത് പറഞ്ഞിട്ട് വെളിച്ചത്ത് വരുന്ന കാര്യങ്ങൾ. എനിവേ ഈ ഇൻഫോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്തത് കൊണ്ട് ശരിക്കും ഉള്ള ഫേസ് പുറത്തു വന്നു, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കമൻറ്റ് ഇടുന്നു. കർമ്മ ഈസ് എ ബൂമർ ആകുന്ന ഏറ്റവും താഴത്തെ കമൻറ്റ്. എനിവേ അപ്പൊ കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്ന ഒരു കാര്യം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് അത് ഇതിൽ നിന്ന് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക ഇവരുടെ ഈ ഒരു വിഷയം തന്നെ. കാര്യം ഇവര് ഇപ്പൊ ഇത്രയും വലിയ അതായത് ഈ പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ളതൊക്കെ ഉള്ളതാണെങ്കിൽ ഇവർക്ക് ഈ കിട്ടിയതെന്ന് പറഞ്ഞാൽ കർമ്മ തന്നെയാണ്. ഇപ്പൊ ഇവര് പറയുന്ന കേട്ടോ, അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു എന്ന് പറയുന്നത്. വീട്ടിൽ കയറി അവരെ അതും ഇതൊക്കെ ചെയ്തു, അവരെ തല്ലി കയ്യേറ്റം ചെയ്തു. അപ്പൊ അങ്ങനെ അവസാനം പോലീസ് കേസൊക്കെ കൊടുത്ത് അവസാനം നിയമ സംരക്ഷണം കിട്ടിയപ്പോഴാണ് അവരിപ്പോ ജീവിച്ചു പോണേന്നാണ് പറയുന്നത്. അത്രത്തോളം ഈ കുടുംബം കാരണം അവർ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ ഒരാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അനുഭവിക്കണത് നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ പോയാലും നിങ്ങൾക്ക് കറങ്ങി തിരിഞ്ഞു വരും. അപ്പൊ എന്തായാലും ഇതിനൊക്കെ അനുഭവിക്കേണ്ട വന്ന കുറെ പേരുണ്ട്. ഇപ്പൊ ആ മൃദുല എന്ന് പറഞ്ഞ അവരൊക്കെ ഇതിനൊക്കെ ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത്രക്ക് അതിൻ്റെ ഒന്നും അതായത് അവർക്കല്ല ഇതൊന്നും കിട്ടണ്ടായിരുന്നതെന്നും കൂടെ എനിക്കുണ്ട്. കാര്യം അവരൊന്നും ഇതിനകത്ത് ഇല്ലെങ്കിൽ അതായത് ഇപ്പൊ കസിൻ പറഞ്ഞ ഈ ഒരു സംഭവത്തിനകത്ത് ഇല്ലെങ്കിൽ വെറുതെ അവർക്കൊക്കെ കാര്യം അവരൊക്കെ വന്നു കയറിയ ഒരു പെണ്ണാണല്ലോ. അപ്പൊ അവർക്കൊക്കെ ഇതൊക്കെ അതെന്ന് പറഞ്ഞാൽ അത് ഗർഭിണിയായിട്ടിരിക്കുമ്പോ അപ്പൊ എന്താ അവസ്ഥയാണ്. കാര്യം അത്രത്തോളം അപ്പൊ ഇവരുടെ കുടുംബത്തിനകത്ത് ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടാണ് ഇവർ ഈ ഹാപ്പി ആയിട്ട് ചിരിച്ചു കളിച്ച് നടക്കുന്നത്. അപ്പൊ അതായത് നമ്മളെ ചുരുക്കം പറഞ്ഞ കാണുന്നവരെ പൊട്ടന്മാരാക്കാം, അതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അവർ എങ്ങനെയാണാവോ ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ പോണേന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഈ വിഷയങ്ങൾ എന്തായാലും ഇനി ഇങ്ങനെ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും കൂടുതൽ കാര്യങ്ങൾ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കണം. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.